ഈ ജാമ്യാപേക്ഷ തള്ളിയ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കെ മലയാളികളായ സഭയിലെ ചില ആളുകൾ ചൂണ്ടിക്കാണിച്ചതനുസരിച്ച് നമ്മുടെ സംഘത്തിൻ്റെ എൻ്റെയും ഞങ്ങളുടെ ക്യാമറാമാൻ ഉണ്ണികൃഷ്ണൻ്റെയും ദൃശ്യങ്ങൾ പകർത്തുന്ന ഒരു സാഹചര്യവും ഇവിടെ ഉണ്ടായി. ജയിലിന് തൊട്ട് മുന്നിൽ വെച്ചാണ് ഞങ്ങളുടെ ദൃശ്യങ്ങൾ ഇവിടെ പകർത്തുകയുണ്ടായത്. ജനം TV എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ ദൃശ്യങ്ങൾ എടുക്കാൻ അക്കൂട്ടത്തിലൊരു മലയാളിയായ ആൾ പറഞ്ഞത്. ഞങ്ങൾ ആ ജയിലിന് മുന്നിൽ നിന്നും അകത്തേക്ക് പോകുമ്പോഴും ഞങ്ങൾ ഓരോ തവണ റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഇദ്ദേഹം ഞങ്ങൾക്ക് ചുറ്റും തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഇവിടുത്തെ മലയാളിയായ ഒരാളാണ്, ഇവിടുത്തെ സഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് എന്ന് മാത്രമാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം. ഞങ്ങളുടെ ദൃശ്യങ്ങൾ പകർത്താൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നാട്ടുകാരായ 3 പേരാണ് വന്ന് ഞങ്ങളുടെ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഒരല്പം മാറി നിന്ന് നമ്മൾ ഇപ്പോൾ ഈ വാർത്തകൾ നമ്മൾ നൽകുകയാണ്. അല്പസമയത്തിനകം ആനിരാജ ഉൾപ്പെടെയുള്ളവർ ഈ ജയിലിന് മുന്നിലേക്ക് വരുന്നുണ്ട്. അവർക്ക് അവർ ഇതുവരെ അനുമതി തേടിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. അനുമതി തേടാതെ ജയിലിനുള്ളിൽ ഇവരെ സന്ദർശിക്കണമെന്നാവശ്യപ്പെട്ട് വരികയാണ്. ഈ വൈകിയ വേളയിൽ അകത്തേക്ക് കയറുന്നതിനുള്ള അനുമതി നൽകാനുള്ള സാധ്യത കാണുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം മുൻകൂർ അനുമതി ഇല്ലാതെ ഈ കേസിൽ ഇത്ര രൂക്ഷമായി നിൽക്കുന്ന ഒരു കേസിൽ അനുമതി നൽകാനുള്ള സാധ്യതയും കാണുന്നില്ല. ഓരോ ഘട്ടത്തിലും നമ്മൾ എടുത്തു പറയേണ്ട കാര്യം, നമ്മൾ കേരളത്തിൽ കേട്ട പോലെയല്ല ഇവിടെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ എത്തിയപ്പോൾ മനസ്സിലാക്കുന്നത് നമ്മുടെ മുന്നിലേക്ക്, നമ്മുടെ സ്വീകരണ മുറിയിലെ TV ചാനലിലേക്ക് വന്നതുപോലെ അല്ല ഇവിടെ കാര്യങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം കോടതി പോലും ഇവർക്കൊപ്പം നിൽക്കുന്നില്ല എന്നുള്ളതാണ്. കോടതിക്ക് മുൻപാകെ എത്തിയ കാര്യങ്ങളിൽ ഇവർക്കെതിരെ ഇവർക്കെതിരായ വകുപ്പുകളിൽ കഴമ്പുണ്ട് എന്ന് കോടതിക്കടക്കം തോന്നി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിന് ജനം TV റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രം നമ്മുടെ ദൃശ്യങ്ങൾ പകർത്തുന്ന സാഹചര്യവുമുണ്ട്. ഇതെന്തിനു വേണ്ടിയാണ് എന്നുള്ള കാര്യം അറിയില്ല. കാരണം ഈ ഒരു മേഖലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ദുർഗ് മേഖലയിലാണ് എത്തിയത്. ഈ പ്രദേശമൊക്കെ തന്നെ ഇത് നക്സൽ ബാധിത മേഖല, കുറച്ചപ്പുറത്തൊക്കെയായി നക്സൽ ബാധിത മേഖലയുണ്ട്. അതോടൊപ്പം തന്നെ ഈ മതപരിവർത്തന സംഘങ്ങൾക്കൊക്കെ തന്നെ വലിയ സ്വാധീനമുള്ള മേഖല കൂടിയാണ് ഇത്. സ്വാഭാവികമായും ദൃശ്യം പകർത്തുമ്പോൾ അത് വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. നമ്മൾ അവരോട് ചോദ്യം ചെയ്തെങ്കിലും ഇന്നാട്ടുകാരായ ആളുകളായിരുന്നു ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത്. ദൃശ്യം പകർത്തി അവർ മടങ്ങുകയും ചെയ്തു. ഇനിയിപ്പോൾ അടുത്തത് ഈ ജയിലിന് മുൻപിൽ ഉണ്ടാകാൻ പോകുന്ന കാര്യം, ആനിരാജ അടക്കമുള്ളവർ അനുമതി തേടാതെ ജയിലിൽ ഇവരെ സന്ദർശിക്കാനായി എത്തുന്നതാണ്. സ്വാഭാവികമായും എല്ലാവർക്കും അറിയാം അനുമതി നിഷേധിക്കപ്പെടും എന്നുള്ളത്. കാത്തിരുന്ന് കാണാം എന്താണ് അടുത്ത നാടകം ജയിലിന് മുന്നിൽ നടക്കാൻ പോകുന്നതെന്ന്. ശ്രീകാന്ത സൂചിപ്പിച്ചതുപോലെ ഈ ഒരു വിഷയം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ പോലും ജനം TV സംഘത്തിൻ്റെ ദൃശ്യങ്ങൾ പകർത്തുക എന്നുള്ളൊരു കാര്യം അതൊരു വെറും കാര്യമായി തള്ളിക്കളയാനാവില്ല. എന്തായാലും അതിൽ കൃത്യമായൊരു നിരീക്ഷണം എന്തായാലും ഉണ്ടാകണം എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ഒരു പക്ഷേ ശ്രീകാന്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു പശ്ചാത്തലം ഒക്കെ തന്നെയും നിലവിലുണ്ട്. ഇനിയുള്ള അടുത്ത നീക്കങ്ങൾ ഇനി അറിയേണ്ടതുണ്ട് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം. എന്നിരുന്നാൽ കൂടിയും ഈ പറയുന്നത് പോലെ മറ്റു മാധ്യമങ്ങളോട് ഇല്ലാത്ത ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ ജനം TV സംഘത്തിന് നേരെ ഈ ദൃശ്യങ്ങൾ പകർത്തുന്ന ഒരു നീക്കം ഉണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യമല്ലേ എടുത്തു പറയേണ്ടത്? പക്ഷേ നമ്മളിവിടെ എത്തിയപ്പോൾ കൂടുതലും കണ്ടത് മലയാളികളെയാണ്. അതായത് ഇവിടെ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം മിഷണറി പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുമൊക്കെ വളരെ കാലമായി ഇവിടെ പ്രവർത്തിക്കുന്നവരാണ് ഇവരിൽ എല്ലാവരും എന്ന് നമുക്ക് ഇവിടെ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവരിൽ അഭിഭാഷകരുണ്ട്, മലയാളികൾ തന്നെയാണ് അഭിഭാഷകരും. അങ്ങനെ അഭിഭാഷകരായ ആളുകളുണ്ട്, അല്ലാതെയുള്ള ജോലികൾ ചെയ്യുന്നവരുണ്ട്, മിഷണറി പ്രവർത്തനം നടത്തുന്നവരുണ്ട്. അങ്ങനെ വിവിധ പ്രവർത്തികളുമായി മുന്നിട്ട് നിൽക്കുന്ന ആളുകളാണ് ഈ പ്രദേശത്ത് മുഴുവൻ ഉണ്ടായിരുന്നത്, ഈ ജയിലിനുള്ളിൽ മുഴുവൻ ഉണ്ടായിരുന്നത്. അവരാണ് നമ്മൾ മലയാളത്തിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ജനം TV സംഘം അവിടെ എത്തി ഈ വാർത്തകളുടെ നിജസ്ഥിതി എന്താണോ കേരളത്തിൽ ഇതുവരെ അവതരിപ്പിച്ചു കൊണ്ടിരുന്നത് അത് അല്ല യഥാർത്ഥ വസ്തുത എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ദൃശ്യങ്ങൾ പകർത്താനുള്ള ശ്രമം ഉണ്ടായത്. അത് മലയാളിയായ ഒരാൾ, അയാളുടെ ദൃശ്യങ്ങൾ നമ്മളും പകർത്തി വെച്ചിട്ടുണ്ട്. അയാൾ പറഞ്ഞതനുസരിച്ചാണ് 3 പ്രദേശവാസികൾ അവരെ കണ്ടിട്ട് പ്രദേശവാസികളാണെന്നാണ് തോന്നുന്നത്. അവർ ഞങ്ങളുടെയും ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും ആശങ്കയുണ്ടാകും. കാരണം ഈ ഒരു പ്രദേശം ആകെ സെൻസിറ്റീവായ ഒരു പ്രദേശമാണ്. 2 കൂട്ടർക്കും സ്വാധീനമുള്ള സ്ഥലമാണ്. ഇവിടെ വന്ന് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നതിനും ഈ ദൃശ്യങ്ങൾ ഒരുപക്ഷെ പ്രചരിപ്പിക്കുന്നതിനും അവർക്ക് സാധിച്ചു എന്നും വരാം. എന്തായാലും ദൃശ്യങ്ങൾ അവർ പകർത്തി വെച്ചിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ അറിയില്ല. എന്തായാലും ആനിരാജ അടക്കമുള്ളവർ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ അവർക്കുള്ളിലേക്ക് കയറുന്നതിനുള്ള അനുമതി നൽകാൻ തരമില്ല എന്നും മനസ്സിലാക്കുന്നു.